ടീച്ചർ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ ചോദിച്ചു ആർക്കെങ്കിലും ഈ സർജറി ചെയ്തിട്ട് മുടി ഇല്ലാത്ത ആൾക്കാർക്ക് മുടി കൊടുക്കണോ. അപ്പൊ ആരും കൈ പൊന്തിച്ചില്ല. അപ്പൊ എനിക്ക് ഇത്ര മുടിണ്ടേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്രിയ. ഈ കൊച്ചു സുന്ദരി മോള് എൻ്റെ അനുജൻ അൻവർ അഷ്റഫ് ജലീലിൻ്റെ മോളാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വീഡിയോ ഒരു മുടി വെട്ടുന്നൊരു വീഡിയോ കണ്ടില്ലേ. സംഭവം എന്താ വെച്ചാൽ അത് മോൾ തന്നെ പറയും. മോള് പറ. ടീച്ചർ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ ചോദിച്ചു ആർക്കെങ്കിലും ഈ സർജറി ചെയ്തിട്ട് മുടി ഇല്ലാത്ത ആൾക്കാർക്ക് മുടി കൊടുക്കണോ. ക്യാൻസർ രോഗികൾക്ക്. അപ്പൊ ആരും കൈ പൊന്തിച്ചില്ല. അപ്പൊ എനിക്ക് ഇത്ര മുടിണ്ടേ. അപ്പൊ ഞാൻ എണീച്ചു നിന്നു. അപ്പൊ ടീച്ചർ എന്റെ പേര് എഴുതി. അത് ഞാൻ വീട്ടില് ഉമ്മാന്റെയും ഉപ്പാന്റെയും താത്തമാരും സമ്മതം ചോദിച്ചു. എല്ലാരോടും ചോദിച്ചു. അപ്പൊ എല്ലാരും കൊടുത്തേക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിലായി. അപ്പൊ ഈ 4ാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തന്നെ വെട്ടിയിട്ട് ടീച്ചർക്ക് കൊടുത്തു. ടീച്ചർ ഏതൊരു കുട്ടിക്ക് മുടി കൊടുത്തും ചെയ്തു. അപ്പോ മോളോട് ഈ മുടി വെട്ടിയപ്പോ ആരെങ്കിലും ഇങ്ങനെ മോളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നു. അവര് പറയുമ്പോ ഒരു വിഷമായിരുന്നു. പക്ഷെ ഞാനത് മൈൻഡ് ആക്കിയില്ല. നെവർ മൈൻഡ്. ഇപ്പൊ മുടി ഉണ്ടാകുന്നില്ലേ? എന്തായാലും മോള് ചെയ്തത് നല്ലൊരു കാര്യമാണ്. അതിന് പോട്ടെ. മോൾക്ക് പാട്ടെന്തെങ്കിലും പാടാൻ അറിയോ? എന്നൊരു പാട്ട് പാട്. പുത്തിരി കത്തിച്ച കൽബിലെ തേങ്ങൊള്ളിക്കുന്ന രാവുന്ന ചൊട്ടിലും മുത്തയെ കുത്തൊരു മാള ചൂടുന്ന രോള് മാറിന്റെ കൽബിലെ അണ്ണു മുത്തിന് മുഞ്ചുള്ള നാള് ഒന്ന് പത്തിക്ക് താപിലെ ചുട്ടിലെ ഓളെഴുകുന്നൊരു രാവോളാണേ ഇൻസന്നോരിൽ നിന്നോരാണേ ഓരോ തരം കാലങ്ങളെ ആളാത്തരം തഞ്ചത്തിന് താളത്തിന് കാണാത്തിന് പാടുന്നൊരു ഓളത്തിന് കൂട്ടായി താടാനാരാവും ഓളുന്നോ ഓനുണ്ടൊരു വ്യത്യാസമുള്ളെന്ന എനിക്കുള്ളൊരു താനത്ത് കാണാൻ. ഹായ്.